ഒരുപാട് ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ സത്യാഗ്രഹമൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ വീടിന്റെ പ്ലാൻ അതുപോലെ ബിൽഡിങ്ങിന്റെ പ്ലാനൊക്കെ വരയ്ക്കാൻ ആരെ ഏൽപ്പിക്കുക, എഞ്ചിനീയർമാരെ അടുത്താണ് ഏൽപ്പിക്കുക. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സർക്കാർ ഇപ്പോൾ പുതിയൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുടുംബശ്രീക്കും കൂടിയും ഈ ഒരു അവകാശം കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഒരുപാട് എഞ്ചിനീയേഴ്സുകൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവരൊക്കെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടും പ്ലാൻ വരച്ചിട്ടും ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ഇവരുടെ വർക്കുകൾ മുന്നോട്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു കാര്യം വരുമ്പോൾ എന്താ പറയുക, ഇവരെ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഒരു സമരം നടക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സാർമാരെ ചോദിക്കാം. എന്താണ് നമ്മുടെ ശരിക്കുള്ള ഒരു വിഷയം, നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ ഒരു വിഷയം നമ്മുടെ ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ സംഘടനയാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ എന്നാണ് മുഴുവൻ പേര്. ഇതിൽ പ്രൈവറ്റ് മേഖലയിൽ കെട്ടിടങ്ങൾക്ക് പ്ലാൻ തയ്യാറാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന എഞ്ചിനീയർമാരുടെ സംഘടനയാണ്. ഇത് സർക്കാർ അംഗീകൃത ലൈസൻസുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സംഘടനയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങളാണ് ഇത്രയും കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, അതായത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലൊക്കെ പ്ലാൻ തയ്യാറാക്കുകയും അതിന് അനുമതി മേടിക്കുകയും അതിൻ്റെ മേൽനോട്ടം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ഒരു പുതിയ തീരുമാനമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പുതിയ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് കുടുംബശ്രീ പോലെയുള്ള ഒരു കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ തുടങ്ങാനാണ് തീരുമാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഡർ ആയിട്ടുള്ളത്. ഇതിൽ ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ്. ഇത് ഈ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. കാരണം പ്ലാൻ വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നതിനും ഒരു സംവിധാനം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലും ഏർപ്പെടുത്തുമ്പോൾ അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം മറ്റുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം കേരളത്തിൽ 50,000-ഓളം ലൈസൻസുകളുണ്ട്. ഈ 50,000-ഓളം ലൈസൻസുകൾ നിലവിലുള്ളപ്പോൾ തന്നെ അംഗീകൃതം എന്ന രീതിയിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിൽ വരുമ്പോൾ ജനങ്ങൾ അതിനെ കൂടുതൽ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാർ എന്തായിരിക്കും ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ട്? അതായത് ഇപ്പോൾ ഇത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരെ കുറവ് കൊണ്ടായിരിക്കും, എന്തെങ്കിലും കുറവ് കണ്ടിട്ടാണോ സർക്കാർ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടി? ഇപ്പോൾ അത്തരത്തിൽ ഒരു കുറവുമില്ല. കാരണം ഏതൊരു ജനങ്ങൾക്കും ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ കിട്ടുന്ന സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഈ മേഖലയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീയെ കൂടുതൽ ഒന്നും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുടുംബശ്രീക്ക് തന്നെ പലവിധ മേഖലകളുണ്ട് ആണ്. കൂടാതെ നമ്മുടെ ഈ ഒരു ഫീൽഡ് കൂടി അതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കുറെ വനിതകൾക്ക് ജോലി കൊടുക്കുന്ന സംരംഭം തന്നെയാണ്. പക്ഷേ അത് തൊഴിലുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ മഹത്വം വരുന്നത്. അതേസമയം ഇവിടെ അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്നാമത് സ്ത്രീകൾക്ക് മാത്രമേ ഇതിൽ കുടുംബശ്രീയിൽ അംഗമാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മേഖലയിലുള്ള പുരുഷന്മാരുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ളവരിൽ ഈ ഇത്രയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറച്ച് സെന്ററുകൾ മാത്രമാണ് അനുവദിക്കാൻ പറ്റുക. അപ്പോൾ ഒരുപാട് സ്ത്രീകളുള്ളതിൽ ആ സ്ത്രീകളുടെ കുറച്ച് സ്ത്രീകൾക്ക് ജോലി നൽകിക്കൊണ്ട് ഒരുപാട് സ്ത്രീകളുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് കാണുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് ഇത് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരിക്കലും ഒരു സർക്കാർ തൊഴിൽ നഷ്ടത്തിന് സാധ്യത വരുത്താൻ പാടില്ല. ഇന്ന് ഇവിടെ ജനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവരൊക്കെ വിദ്യാഭ്യാസത്തിന് ശേഷം നാട് വിട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ സാറിന് അവസാനമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? സർക്കാരിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഞങ്ങളൊരു 50,000-ഓളം വരുന്ന ലൈസൻസുകൾ ഈ കേരള സംസ്ഥാനത്തുണ്ട്. ഇത്രയും വരുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടം അതൊരു വലിയ ഒരു തൊഴിൽ പ്രശ്നം തന്നെയാണ്. ആ ഒരു പ്രശ്നത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത്, കൂടുതൽ സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത്. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണം. മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഫെസിലിറ്റേഷൻ സെൻ്ററുകൾക്കുള്ള എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. ഓഫീസ് നൽകുന്നുണ്ട് സൗജന്യമായിട്ട്. അവർക്ക് ഓഫീസും അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് പോലും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വന്നിരുന്നാൽ മതി. കമ്പ്യൂട്ടർ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ലോൺ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഓഫീസുകളും വാടകയും ഓഫീസ് സ്റ്റാഫുകളെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറുകളും എല്ലാം മേടിച്ച് ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജോലികളെല്ലാം ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്ന അവസരം ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാം ഈ മേഖലയിൽ നിന്ന് വിട്ട് ഞങ്ങളെല്ലാം മറ്റ് വിദേശങ്ങളിലേക്ക് തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി തരുന്നതെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെന്ന് പറയുമ്പോൾ ലൈസൻസുകളെ മാത്രമായി കാണരുത്. ഈ 50,000-ഓളം വരുന്ന ആളുകളും അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫുകളും അതുപോലെ സൈറ്റിലെ സ്റ്റാഫുകളും ഒക്കെ ബാധിക്കുന്നതാണ്. ഞങ്ങൾ വലിയൊരു സമൂഹം തന്നെയാണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് നിലവിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് കൂട്ടിയതടക്കമുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവും വിലവർദ്ധനവും അടക്കമുള്ള സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണം വളരെയധികം ബുദ്ധിമുട്ടേറി ഞങ്ങൾക്കൊക്കെ
വർക്ക് വളരെയധികം ജോലികൾ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് കൂനിമയ്ക്ക് ഒരുപോലെ വരുമ്പോൾ ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങൾ ജീവൻ കൊടുത്തും ഈ തീരുമാനത്തിനെതിരെ പോരാടേണ്ടതുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇന്ന് പിന്തിരിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജയ് ലാൻഡ്സ്ഫെഡ്. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. കുടുംബശ്രീയുടെ പേര് പറഞ്ഞ്, കുടുംബശ്രീയുടെ പേര് പറഞ്ഞ് അഴിമതിക്ക് വഴിയൊരുക്കി, അഴിമതിക്ക് വഴിയൊരുക്കി, അഴിമതിക്ക് വഴിയൊരുക്കി, അഴിമതിക്ക് വഴിയൊരുക്കി. സർക്കാർ നീക്കം നടത്തുമ്പോൾ, സർക്കാർ നീക്കം നടത്തുമ്പോൾ, സർക്കാർ നീക്കം നടത്തുമ്പോൾ, സർക്കാർ നീക്കം നടത്തുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യും ലൈസൻസുകളെ, സ്വയം തൊഴിൽ ചെയ്യും ലൈസൻസുകളെ കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠനം കഴിഞ്ഞിട്ട് നേരെ വിദേശ ജോലിക്ക് പോകുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഇത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 50,000-ഓളം വരുന്ന എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഇവരുടെ കഞ്ഞിയിൽ പൂഴിയിടുന്ന ഈ ഒരു മാറ്റത്തെ നമ്മൾ കൂട്ടായി നിന്നുകൊണ്ട് ചെറുക്കേണ്ടതുണ്ട്. ഈ ഒരു സമരത്തിന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ള ഉറപ്പുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.